കൂട്ടുകാരെ, ഇതെന്താണെന്നറിയോ? ഞാൻ ഇപ്പോഴേ എണീറ്റ് പല്ല് തേച്ചതേ ഉള്ളൂ. ഞാൻ അരിപ്പൊടി കുതിർത്ത് വെച്ചിട്ട് പോയതാണേ. അതിപ്പോൾ ഒന്നും കൂടെ നമ്മൾ പൊടിച്ച് ഒന്നും കൂടെ ഒന്ന് നേരെയാക്കി എടുക്കുക. അപ്പോൾ പുട്ട് പുഴുങ്ങാനാട്ടോ ഞാൻ ഇന്ന് വെറൈറ്റി ഒരു പുട്ടുണ്ടാക്കുക. വെറൈറ്റി പുട്ടെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഏത്തക്ക ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു ഏത്തക്ക അങ്ങനെ അങ്ങ് വെച്ച് തിന്നാതെ തേങ്ങയും ഏത്തക്കായും കൂടെ നമ്മൾ തേങ്ങ ഇടത്തില്ലേ, അതേപോലെ പുട്ട് കുറ്റിക്കകത്ത് വെള്ളം തിളച്ച് പറ്റി കേട്ടോ. വെള്ളം ഞാൻ അടപ്പ് വെച്ചിട്ട് വെള്ളം തിളച്ച് പറ്റി. ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു. വെള്ളം ഞാൻ പല്ല് തേക്കാൻ പോയപ്പോഴേ വെള്ളം വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് പോയതാണ്. അത് തിളച്ച് പറ്റി. അപ്പോൾ പൊടി ഞാൻ നനച്ച് റെഡിയാക്കി, കട്ടയൊന്നുമില്ലാതെ. നമുക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ചെറിയൊരു ടേസ്റ്റ്. അപ്പോൾ നമുക്ക് പുട്ട് കഴിക്കുമ്പോൾ പഞ്ചസാര ഇട്ട് കഴിക്കണ്ട. അപ്പം തേങ്ങ ഈ തേങ്ങ ഏതാണെന്നറിയാമോ? നാട്ടിൽ നിന്ന് ഞാൻ പൊട്ടിക്കകത്ത് തേങ്ങ 2 തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ 2 തേങ്ങയാണിത്. ഞാനിവിടെ കൊണ്ടുവന്ന് പൊട്ടിച്ച് പിന്നെ ഇതിനി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇവിടെ കൊണ്ടുവന്ന് പൊട്ടിച്ചിട്ടേ എന്ത് ചെയ്തെന്നറിയാമോ? മിക്സിക്കകത്ത് ഇളക്കി അരിഞ്ഞിട്ടിട്ട് മിക്സിക്കകത്തിട്ട് ഒന്ന് കറക്കിയെടുത്തത്. ഇത് പഴമല്ല, ഏത്തപ്പഴം കേട്ടോ. അപ്പോൾ പുട്ടുകുറ്റിക്കകത്ത് ഏറ്റവും അടിയിൽ ഞാൻ വെക്കുന്നില്ല, ഏറ്റവും അടിയിൽ തേങ്ങ തന്നെ നമുക്ക് കൊടുക്കാം. നമുക്ക് പൊടി വാരി വയ്ക്കാം. ഇനി നമുക്ക് ഏത്തയ്ക്ക തേങ്ങ കൊടുക്കാം. വീണ്ടും ഏത്തയ്ക്ക തേങ്ങ കൊടുക്കാം. വീണ്ടും നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ വെറൈറ്റി പുട്ട് ഉണ്ടാക്കിയെടുത്തു കണ്ട. ഇനി നമുക്ക് അടുത്തതും കൂടെ കോരി. ഇനി അടി തേങ്ങയൊന്നും ഇടുന്നില്ല. തേങ്ങ എന്താ പറയുക, ഏത്തക്കയും കൂടെ ആയിട്ട് അപ്പം നമുക്കിതും കൂടി വയ്ക്കാം. ഇത്രയും പുട്ടുപൊടി ബാക്കി, അതെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം.
അപ്പം ഞാൻ ഈ പുട്ടെടുത്ത് ഈ പാത്രത്തിലോട്ടിടുക. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മധുരമുണ്ട്, തേങ്ങയും പഞ്ചസാരയും കൂടെ. അടപ്പ് പറ്റില്ല. അപ്പം നമുക്കിത് ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വയ്ക്കാം. എന്നിട്ട് ഒരു കട്ടനും കൂടി ഇടണം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ചായക്ക് വെള്ളം വെച്ചതാണ്. കട്ടനല്ല കേട്ടോ, ഇച്ചിരി പാൽ ചായ ഇടാമെന്ന് വെച്ചു. സ്റ്റീലിൻ്റെ ചരുവട്ട്, ചായപാത്രം വേറെ ഉണ്ട്, സ്റ്റീലിൻ്റെ ചരുവ. ഇത് ചായ ഒരു ഗ്ലാസ്സിനൊക്കെ ഇടുമ്പം വലിയ ചായപാത്രം എടുത്ത് വെക്കത്തില്ല. അപ്പം ഈ കൊച്ചു പാത്രം എടുത്ത് വെച്ച് അതൊക്കെ അങ്ങ് കറുത്ത് കണ്ട ചായ ഇട്ട് ഈ വിധമായത് ഈ പാത്രം കേട്ടോ. ഒന്നും വിചാരിക്കരുത് ആരും പാത്രം കറുത്തിരിക്കുന്നു എന്ന്. തിളയ്ക്കുന്ന ഉടനെ എടുക്കരുത്. ഇത്തിരി കഴിഞ്ഞ് ഇത്തിരി നേരം വയ്ക്കണം അടുപ്പയിൽ. അപ്പം നമ്മുടെ ചായ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ പുട്ട്, കണ്ട പുട്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. ഞാൻ കാണിച്ചു തരാം, ഒന്നും കൂടി കാണിച്ചു തരാം. കണ്ട, അപ്പം ഏത്തപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാ കൂട്ടുകാരെ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ട് സൂപ്പർ. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കേ.